രണ്ട് കാര്യങ്ങൾ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തേത് ഈശോ പറഞ്ഞു, യോഹന്നാൻ 6 തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈശോ പറഞ്ഞു, ഒന്നാമത്തേത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈ ശൗത്താപ്പൂസ അങ്ങനെയാണ് അതിന് പറയുന്നത്. ശൗത്താപ്പൂസ എന്ന് പറഞ്ഞാൽ ഇൻ ഡ്വെല്ലിംഗ് എന്നാണ്. ഇൻ ഡ്വെല്ലിംഗ്, ഇൻ ഡ്വെല്ലിംഗ്. എന്തോ പൂച്ചയാ? പൂച്ചയല്ല, ശൗത്താപ്പൂസ. അപ്പോൾ ഇൻ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞേ, ഇൻ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത്, ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടോ? കൊണ്ടുവന്നോ? അപ്പോൾ അത് എടുത്തിട്ട് അതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് അതിനകത്തോട്ടൊന്ന് വെച്ചേ. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലും വസിക്കുന്നു. ഓക്കെ, യുവർ റൈറ്റ് ഹാൻഡ് ഡ്വെൽസ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ്, യുവർ ലെഫ്റ്റ് ഹാൻഡ് ഡ്വെൽസ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ്. ഇതാണ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഇങ്ങനെ തിരിക്കുകയൊന്നും വേണ്ട, ചുമ്മാ വെച്ചാൽ. ഓക്കെ അതിനകത്ത് വേറെ കലാപരിപാടികളൊന്നും വേണ്ട. ഓക്കെ, ഫൈൻ. മനസ്സിലായല്ലോ? മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരെണ്ണം വേറൊരെണ്ണത്തിൽ. അപ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യും. when you eat my body and drink my blood, I will dwell in you and you will dwell in me. ക്ലിയർ ആയില്ല? ഞാൻ ചോദിക്കാൻ പോവാം, അതെങ്ങനെ? നമ്മൾ പോയി വിശുദ്ധ കുർബാന നമ്മളിങ്ങനെ കൈകൂപ്പി പോയി വിശുദ്ധ കുർബാന നാവിലേക്ക് സ്വീകരിച്ചു, അല്ലെങ്കിൽ കൈ വാങ്ങിച്ച് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ ഈശോ നമ്മളിൽ വന്നു, അത് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് എക്സ്പ്ലെയിനബിൾ. ഈശോ എന്നിൽ വന്നു. പക്ഷെ എൻ്റെ സംശയം, നമ്മളെങ്ങനെ ഈശോയിൽ പോണേ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ക്ലിയറായോ? ചോദ്യം മനസ്സിലായോ? അതായത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നിങ്ങളിലേക്ക് വരുന്നു. ദാറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെങ്ങനെയാണ് ഈശോയിലേക്ക് പോണേ? അപ്പം അതെങ്ങനെയാണ്? അത് മനസ്സിലാക്കിയാലേ നമുക്ക് ജീവൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റെഡിയാണോ? യെസ്. ചോദ്യം മനസ്സിലായോ? അന്ന് പറ, എന്താ ചോദ്യം? ഈശോ നമ്മളിൽ വരുന്നു എന്നുള്ളത് ക്ലിയറാണ്. നമ്മളെങ്ങനെയാണ് ഈശോയിൽ പോണത്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും. ഞാൻ അവനിൽ വസിക്കുന്നു. ഓക്കെ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളെങ്ങനെയാണ് നിന്നിൽ വസിക്കുന്നത്? അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. എനിക്കിത് മനസ്സിലായത് ഒരു സിമ്പിൾ ബയോളജിക്കൽ പ്രിൻസിപ്പിളിലൂടെയാണ്. അതായത് ഇമാജിൻ, ഇങ്ങോട്ട് നോക്കിയോ, കാണാൻ പറ്റുമോ? ഇതെൻ്റെ ഫോട്ടോയാണല്ലോ. ഓക്കെ ഓക്കെ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കണേ. ഇവിടെ പുല്ല്, ഇവിടെ പശു, ഇവിടെ മനുഷ്യൻ. ഇവിടെ എന്താണ്? പുല്ല്, ഇവിടെ പശു, ഇവിടെ മനുഷ്യൻ. പശു പുല്ല് തിന്നു. പശുവിനെ പശു വേണ്ട, പന്നി. പശു നമ്മൾ കളഞ്ഞു. പന്നി പുല്ല് തിന്നില്ല. പക്ഷെ ഈ കഥയിലെ പന്നി പുല്ല് തിന്നും. ആട് വേണ്ട, പന്നിയാണ് നല്ലത്. അതാണ് എനിക്ക്. അപ്പോൾ പുല്ല്, പശു, മനുഷ്യൻ. അല്ല, പന്നി വേണ്ട. പുല്ല്, പറയൂ, പശു, മനുഷ്യൻ. ഈ പുല്ലിനെ ആര് തിന്നു? ഈ പശുവിനെ ആര് തിന്നു? അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട്, നേരത്തെ വന്നപ്പോൾ പുല്ലുണ്ടായിരുന്നു, ഇപ്പം പുല്ലില്ല. ഞാൻ ചോദിക്കുകയാണ്, പുല്ലെവിടെ?
അപ്പോൾ എന്നോടൊരാൾ പറയുന്നു, ഈ പുല്ല് പശുവായി മാറി. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഈ പുല്ല് എവിടെ? ഞാൻ ചോദിക്കുകയാണ്, ഈ പുല്ല് എവിടെ? പുല്ല് പശുവായി മാറി. ഈ പശുവിനെ തോമാച്ചൻ തിന്നു. ഞാൻ ചോദിക്കുകയാണ്, പശു എവിടെ? പശു തോമാച്ചനായി മാറി. അല്ലേ? ദിസ് ഈസ് എ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ. വെജിറ്റബിൾ ലൈഫ് ഈസ് assimilated into animal life and animal life is assimilated into human life. Okay, clear ആണോ? What is the principle? Lower form of life is assimilated into higher form of life. This is the principle. Lower form ആണിത്, വെജിറ്റബിൾ ലൈഫ്. അപ്പോൾ ഈ ആനിമൽ ലൈഫ് വെജിറ്റബിൾ ലൈഫിനെ ആഹരിക്കുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ, lower form of life will be transformed into higher form of life. When this animal is eaten by Thomas, this lower form of life, that is the animal life, is assimilated into human life, Thomas life. Clear? ഈ പ്രിൻസിപ്പിൾ വെച്ച് ഈ തോമസ് പോയി കുർബാന സ്വീകരിച്ചപ്പോ പ്രിൻസിപ്പിൾ ഓർത്തോണം. പുല്ല് പശുവായി, പശു തോമസായി. തോമസ് പോയി കുർബാന സ്വീകരിച്ചപ്പോൾ വിച്ച് ഈസ് ഹയർ ലൈഫ്? തോമസിന്റെ ലൈഫാണോ യേശുവിന്റെ ലൈഫാണോ? യേശുവിന്റെ ലൈഫ് ഡിവൈൻ ലൈഫാണ്. ഏതാണ് ഹയർ? അപ്പൊ തോമസ് ആരായി? മനസ്സിലായോ? ഒരു കയ്യടി തരണം ഇതിന്. ഇത് ലോകത്തിൽ ആരും വിശദീകരിച്ചിട്ടില്ല എക്സെപ്റ്റ് ഫാദർ ഡാനിയൽ. മനസ്സിലായോ? ഇത് ലോകത്താരും വിശദീകരിച്ചിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഈശോയായിട്ട് മാറുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈശോയായിട്ട് മാറുന്നത്? When this lower form of life, this human life is assimilated into that divine life, my life is transformed into his life. അപ്പോൾ ശ്രദ്ധിക്കണം, കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിലേക്ക് വരിക മാത്രമല്ല, കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് വളരുക കൂടി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ടെക്നിക്കലി തിയറിറ്റിക്കലി അങ്ങനെ നടക്കുന്നുണ്ട്. പ്രാക്ടിക്കലി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇനി ചിന്തിക്കാം. ഇനി അടുത്ത അതാണ്. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? സോ there is every possibility of me growing into Jesus' life whenever I eat his body and his blood. So there is every chance available to me to grow into his divine life. അപ്പം അങ്ങനെ ഒരു സാധ്യത ഈ കുർബാന എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. ഇത്രയും മനസ്സിലായെങ്കിൽ അടുത്തത് ഇതിനകത്ത് ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം, ആ 53 വാക്യം, 6:53, സത്യം സത്യമായി, ആമേൻ ആമേൻ, ട്രൂലി ട്രൂലി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ. അപ്പൊ എന്ത് ജീവനാ ഇത്? നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന എന്തോ ഒരു സാധനമാണെന്നൊരു ധ്വനി വരും. നിത്യജീവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് അങ്ങനെ ഒരു കൊണോട്ടേഷൻ ഉണ്ട്. എന്നാൽ ഡിവൈൻ ലൈഫ് എന്ന് പറ, ദൈവത്തിൻ്റെ ജീവൻ, വെജിറ്റബിൾ ലൈഫ്, ആനിമൽ ലൈഫ്, ഹ്യൂമൻ ലൈഫ്, ഡിവൈൻ ലൈഫ്. അപ്പോൾ നമ്മൾ ജീവൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന ഈ ജീവൻ? നിങ്ങൾക്ക് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നമുക്കെല്ലാം ജീവൻ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പം ഈ ജീവൻ അല്ലത്. അപ്പം നമുക്കത് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എടുക്കുക. യോഹന്നാൻ 1-ാം അധ്യായം എടുക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ എന്തുണ്ടായിരുന്നു?
മൊത്തത്തിൽ ഈ വായന തടസ്സപ്പെട്ടു. ഞാനൊരു സീരിയസ് റീഡറാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഓൾ റൈറ്റ്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ഓ, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, സമസ്തം അവനിലൂടെ ഉണ്ടായി. ഓ, അവനിൽ ജീവനുണ്ടായിരുന്നു. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ അത് AD 90 എഴുതുന്നത്. AD 90. ഈശോ മരിച്ചിട്ട് ഏകദേശം ഒരു 50 വർഷം ഒക്കെ കഴിയുമ്പോഴാണ് ഇത് എഴുതുന്നത്. ഒരു 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ, ബയോഗ്രഫി എഴുതുമ്പോൾ യോഹന്നാൻ എഴുതുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയാമല്ലോ അവന് ജീവനുണ്ടായിരുന്നെന്ന്. നിങ്ങളിങ്ങനെ വിചാരിച്ചേ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കത്തില്ല. ഉദാഹരണം, അമ്മേനോട് ചോദിച്ചു, മോനെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിക്കത്തില്ല. അത്തരം ചോദ്യങ്ങളൊന്നുമില്ല. യാത്ര അപ്പോൾ ചോദിച്ചെന്ന് വിചാരിച്ചോ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ 14 മണിക്കൂർ, അയ്യോ, ഒറ്റ ഇരിപ്പ്. എനിക്കിത്ര നീളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരുന്നോ? യൂട്യൂബിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു കുള്ളനാന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരുന്നേ. പക്ഷേ ഈ നീളമുള്ളതിന് ഒത്തിരി അപകടം ഉണ്ടെന്നറിയാം. നിങ്ങളിരിക്കുന്ന ഒരു സീറ്റിലും എനിക്ക് പ്ലെയിനിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം, കാല് നീട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ എമർജൻസി എക്സിറ്റ് കിട്ടണം, അല്ലെങ്കിൽ മറ്റേ പിള്ളേരും കൊണ്ട് ഇരിക്കുന്ന ഒരു സീറ്റുണ്ടല്ലോ അത് കിട്ടണം, അല്ലെങ്കിൽ പാടാം ഇരിപ്പ്. ഇത്രയും മണിക്കൂറും ഇല്ലേ. അപ്പോൾ ഞാൻ പറയാണ്, അമ്മ ഭയങ്കര പാടായിരുന്നു, ഇരുന്നിരുന്നിരുന്നിരുന്ന് മടുത്ത്. പിന്നെ ആകെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടതുവശത്ത് തലപ്പാവൊക്കെ കിട്ടിയ ഒരു സിക്കുകാരനായിരുന്നിരുന്നേ, ടർബനൊക്കെ കെട്ടിയ സിക്കുകാരൻ. ഉദാഹരണമാണേ, എൻ്റെ ഇടതുവശത്തൊരു സിക്കുകാരനല്ല, എന്നൊരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചിക്ക് മറ്റേ ബ്രെഡൊക്കെ കൊണ്ടിരുന്ന ഒരു കവറിനകത്തല്ലേ, മറ്റേ ബന്നൊക്കെ തന്നെ, ആ കവറ് പൊട്ടിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഈച്ച് ടൈം മീല് വരുമ്പോൾ ഈ കവറ് പൊട്ടിക്കൽ എൻ്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. കാരണം എപ്പോഴാണ് അമ്മച്ചി ഇത് പൊട്ടിക്കാൻ ഇങ്ങനെ തോണ്ടിയിട്ട് പൊട്ടിച്ചു തരുമോ? പിന്നെ ഞാൻ അമ്മച്ചി പാവല്ലേന്ന് ഓർത്തിട്ട് ഞാൻ എപ്പോഴും ഇത് പൊട്ടിച്ചു കൊടുക്കും. എൻ്റെ ജോലി അതായിരുന്നു, ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അപ്പോൾ ഞാൻ പറയണ, അമ്മ എൻ്റെ ഇടതുവശത്തിരുന്നത് ടർബനൊക്കെ കെട്ടിയ ഒരു സിക്കുകാരനായിരുന്നു. ഭയങ്കര ഒരു മനുഷ്യൻ. അമ്മ അയാളുടെ കയ്യിൽ വാളൊക്കെ ഉണ്ടായിരുന്നു, വാള്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറയാണ്, അമ്മ അയാൾക്ക് ജീവനുണ്ടായിരുന്നു, വെച്ചിട്ട് പോണെന്ന് പറയില്ലേ? കാരണം അത് അണ്ടർസ്റ്റുഡ് അല്ലേ, ജീവനുണ്ടെന്ന്. എന്നാൽ ഞാൻ അമ്മയോട് പറയാണ്, അമ്മ പിന്നാണ് മനസ്സിലായത് അയാൾക്ക് ജീവനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ന്യൂസ് വാല്യൂ ഉണ്ട് ഇല്ലേ? അപ്പോൾ വായനക്കാരനായ ഞാൻ ഇവിടെ വന്നപ്പോൾ തപ്പി, എന്താ അവനിൽ. അപ്പൊ അതെന്താ അപ്പൊ അങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ വായനക്കാരന് സംശയമുണ്ടാകാതിരിക്കാൻ യോഹന്നാൻ വേറൊരു വചനം കൂടെ എഴുതി വെച്ചു, ആ ജീവൻ മനുഷ്യരുടെ. ആ വാക്യം എന്തിനാണ് എഴുതിയത്? നിങ്ങൾക്ക് സംശയമുണ്ടാവും, അതുകൊണ്ട് ആ സംശയം ഉണ്ടാകാതിരിക്കാൻ വായനക്കാരാ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്ന ഒരു ജീവനല്ല അത് നിന്റെ ഒരു ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പറയുന്ന വാചകമല്ല. അത് നീ വിചാരിക്കുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയ ഒരു ജീവനാണ്. ആ ജീവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വെളിച്ചമായ ജീവനാണ്. ആ ജീവന്റെ പ്രത്യേകത, ആ ജീവൻ എവിടെ പോയി നിൽക്കുന്നോ അവിടെ വെട്ടം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പതുക്കെ മനസ്സിലാക്കി വരണം. എന്താണ് ജീവൻ? അതായത് ആ ജീവൻ എവിടെ പോയി നിന്നാലും അവിടെ വെളിച്ചമുണ്ടാകും. അവിടെ ഒരു വെളിച്ചമുണ്ടാവും, അവിടെ അന്തരീക്ഷത്തിൽ ഒരു വെളിച്ചമുണ്ടാവും. എവിടെ പോയി നിന്നാലും അങ്ങനെ ജീവനുള്ളവർ എവിടെ നിന്നാലും വെളിച്ചമുണ്ടാവും. എൻ്റെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ റോമാലേഖനം ഒരുമിച്ചിരുന്ന് പഠിച്ചു. റോമാലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു 10-35 പേരെ ഒളിച്ചിരുത്തി, ആരും കാണാതിരുത്തി ഞാൻ റോമാലേഖനം പഠിപ്പിച്ചു. കോവിഡിൻ്റെ സമയമാണ്, പോലീസ് പിടിക്കും ആ സമയത്ത്.
അപ്പോൾ കെട്ടിടത്തിനകത്ത് ആരും കാണാതെ പാത്തിരുന്ന് പുറത്തെങ്ങും പോകാതിരുന്ന് റോമാലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവന് സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പല ഭാഗത്തും അവൻ ജോലിയുടെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്ടിക്കകത്ത് അവൻ്റെ തുണിയും സാധനങ്ങളും വെച്ച് വേറൊരു പെട്ടിക്കകത്ത് അവൻ യേശു ഏകരക്ഷകനാണെന്ന് എഴുതിയ ലീഫ്ലെറ്റുകളുമായി യാത്ര ചെയ്യും. എന്നിട്ട് ട്രെയിനിൽ കയറി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വലിയ ഉദ്യോഗസ്ഥനാണ്. കർണാടക വെച്ച് മെമു ട്രെയിനിൽ കയറിയിട്ട് ഈ ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ കഴുത്തെ കയറി പിടിച്ചിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോടാൻ പറഞ്ഞു. അവൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറി ഈ ലീഫ്ലെറ്റ് കൊടുക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ ലീഫ്ലെറ്റ് വലിച്ചു കീറി കളഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവനെ കൊണ്ടുപോയി റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇത് കൊടുക്കാൻ അനുവാദമില്ല, നീ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഫൈൻ എത്രയാണ്? 500 രൂപ. അപ്പോൾ ഇവൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യട്ടെ. ഗൂഗിൾ പേ എടുക്കില്ല, ക്യാഷ് തരാൻ പറഞ്ഞു. എന്നാലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നയാൾ പറഞ്ഞില്ല. അതാണ് അതിൻ്റെ അപ്പോൾ അങ്ങനെ അപ്പോൾ ATM പോയി ക്യാഷ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനെ ഇവൻ്റെ കൂടെ വിട്ടു. ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ആദ്യം ഭയങ്കര നാണക്കേട് തോന്നി. വിലങ്ങൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഒരു പോലീസുകാരൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കള്ളനെ പോലെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നി. എന്നാലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പോകുന്ന വഴിക്ക് ഈ പോലീസുകാരനെ ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ, അയാളോട് സുവിശേഷം പറയാം. അപ്പൊ ATM ആ കൗണ്ടറിൽ അവിടെ ആ ATM മെഷീൻ്റെ അടുത്ത് എത്തുന്നവരെ ഇവൻ ആ പോലീസുകാരനോട് കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ പോലീസുകാരാ, രക്ഷയ്ക്ക് വേറെ ആരും ഒരു വഴിയില്ല, ഈശോ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഈ ലീഫ്ലെറ്റും കൊടുത്ത് അയാളത് പോക്കറ്റ് വെച്ചിട്ട് വായിക്കാന്നൊക്കെ പറഞ്ഞ് പോരുന്ന വഴിക്ക് വരുന്ന വഴിക്കെല്ലാം ഇയാളോട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഫൈൻ അടച്ചിട്ട് ഇൻസ്പെക്ടറോട് അവൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ ഫൈൻ അടച്ചില്ലേ, ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ആ പോലീസ് ഇൻസ്പെക്ടറോട് അവൻ സുവിശേഷം പ്രസംഗിച്ച് ലീഫ്ലെറ്റും കൊടുത്തിട്ട് അവിടുന്ന് സന്തോഷമായിട്ട് പാട്ടും പാടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇന്ന് 2 പോലീസുകാരോട് സുവിശേഷം പറയാൻ എനിക്ക് ദൈവം അവസരം തന്നു. അല്ലെങ്കിൽ എന്നെ അവർ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ 2 പോലീസുകാർ ഒരിക്കലും സുവിശേഷം അറിയത്തില്ലായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കർത്താവ് അവരെ സുവിശേഷം കേൾപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പ്രതി അപമാനം സഹിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്നവൻ എന്നെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു പെർസ്പെക്റ്റീവിൻ്റെ ഡിഫറൻസ് ആണ്. ഒരു സിറ്റുവേഷനെ ഒരാൾ വേറൊരു കണ്ണിലൂടെ കാണുകയാണ്, വേറൊരു ആംഗിളിലൂടെ കാണുകയാണ്. അയാൾക്ക് ഹ്യൂമിലിയേഷൻ ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷനെ അയാൾക്ക് ആഘോഷിക്കാനുള്ള ഒരു സിറ്റുവേഷനാക്കി മാറ്റുകയാണ്. അതിനവനെ സഹായിക്കുന്നത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹ്യൂമൻ ലൈഫല്ല, ഡിവൈൻ ലൈഫാണ്. കാര്യങ്ങളെ വ്യത്യസ്തതയോടെ കാണാൻ. ഈ നാട്ടിൽ ഒരു സ്ഥലത്ത് എന്താ പറയുക, പിന്നെ കുരിശുപള്ളി ഉണ്ടോ, ഷ്രൈൻ. കുരിശുപള്ളിയിൽ സാമൂഹ്യ വിരുദ്ധർ ആയ ആളുകൾ എന്ന് പറയുക, സാമൂഹ്യ വിരുദ്ധരെന്ന് പറഞ്ഞാൽ എന്താ, ഈ കള്ളുകുടിയന്മാർ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഈ കുരിശടിയുടെ ചുറ്റിനും കുരിശുപള്ളിയുടെ ചുറ്റിനും ഇരുന്നിട്ട് കള്ളു കുടിക്കുക, അത് പരിപാടി. അപ്പോൾ നാട്ടുകാരെല്ലാം ഭയങ്കര, ഈ പള്ളിക്കാരെല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, അസ്വസ്ഥതയായി ഇവരെ കൊണ്ട്. ഇവരെ ഇങ്ങനെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല. എന്നാൽ ഒരു ദിവസം ഇവർക്ക് മനസ്സിലായി ഇതാരാണ്. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കുടിയന്മാരെല്ലാം കൂടെ അവിടെ നിന്ന് കുടിച്ചിട്ട് മദ്യക്കുപ്പിയിട്ട് അവസാനം ഇവർ അവിടെ തന്നെ 1ഉം 2ഉം ഒക്കെ സാധിച്ചിട്ട് പോയി. എവിടാ? കുരിശുപള്ളിയുടെ ആ തറയിൽ. രാവിലെ പള്ളിക്കാർ മണിയൊക്കെ അടിച്ച് എല്ലാവരെയും വിളിച്ച് വികാരിച്ചാൽ എല്ലാവരും വന്ന് ജംഗ്ഷനിൽ ഇങ്ങനെ വലിയ ആൾക്കൂട്ടം. അപ്പം ആളെ മനസ്സിലായി. ഇടവകപ്പെട്ട ഒരുത്തരാണ് ഇതിൻ്റെ നേതാവെന്ന് മനസ്സിലായി. അപ്പോൾ ഇടവക്കാർ പറഞ്ഞു, അച്ഛാ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇത് വെറുതെ വിടാൻ പറ്റില്ല. വി ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഇപ്പൊ വികാരിച്ചൻ അവരെക്കാളും തീക്ഷ്ണതയുള്ള ആളാണ്. അച്ഛൻ പറഞ്ഞു, ഇന്നിപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. ഇവിടെ ചൂല് കിട്ടുമെന്ന് ചോദിച്ചു. ചൂല് അവർ വിചാരിച്ചു ചൂലും കൊണ്ട് വല്ലതും ഇവനെ അടിക്കാനായിരിക്കും എന്ന് ഓർത്തു. ഇത് ചെയ്തവനെ ചൂല് കിട്ടുന്നു. 1, 2 എത്ര ചൂല് വേണം? 1 മതി എന്ന് പറഞ്ഞു. ആ ചൂല് വന്നു. ബക്കറ്റ് കിട്ടുമോ? ബക്കറ്റ്. പിന്നെന്ത്? ബക്കറ്റ് പിരിവിനായിരിക്കും എന്ന് ഓർത്തു. ബക്കറ്റ്. വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. വെള്ളമോ? ഇഷ്ടം പോലെ വെള്ളം.
വെള്ളം അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. വിചാരിച്ച നേരെ പോയി ബക്കറ്റിനകത്ത് മുഴുവൻ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ വൃത്തികെട്ടിനകത്തോട്ട് ഒഴിച്ച് ഇത്തിരി ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് നീറ്റാക്കിയിട്ട് പറഞ്ഞു, നമ്മൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കഴിഞ്ഞു. മനസ്സിലായോ? ഇത് നോർമൽ ഹ്യൂമൻ ബിഹേവിയർ അല്ല. ആണോ? നമ്മളാണെങ്കിൽ 2 ജാഥ, 3 മുദ്രാവാക്യം, പോലീസ് സ്റ്റേഷൻ ഉപരോധം, ഇത് ചെയ്തവൻ്റെ വീട് വളയൽ, ആക്രമണം, ചീത്തവിളി, പള്ളിയിൽ നിന്ന് പുറത്താക്കൽ. ഇത് വേറൊരു ജീവിതമാണ്, വേറൊരു ജീവിതം. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സാധാരണ ജീവിതമല്ല, വേറൊരു ജീവിതം. ആകാശപ്പറവുകളുടെ ആ ശുശ്രൂഷ തുടങ്ങിയ ഒരു കുറ്റിക്കലച്ചനുണ്ട്, മരിച്ചുപോയി. കുറ്റിക്കലച്ചൻ ട്രെയിനിൽ കയറിയ സമയത്ത് ഒരു സ്ത്രീ അച്ഛൻ വേഷത്തിൽ ഒരാളെ കണ്ട ഉടനെ വായി വരുന്ന തെറിയെല്ലാം അങ്ങ് പറയാൻ തുടങ്ങി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും സ്ഥാപനത്തിൽ വന്ന് എന്തെങ്കിലും നല്ല അനുഭവം കിട്ടിപ്പോയൊരു ചേച്ചിയായിരിക്കും. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കണ്ട അപ്പം തന്നെ ചീത്ത വിളിക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ ചേച്ചി ഇങ്ങനെ ഫലസിക്കുക തന്നെയാണ്, തെറി പറയുകയാണ്. അപ്പോൾ കേട്ടിരുന്നവർ പോലും ഫ്രീസായി പോകുന്ന തരത്തിലാണ് ഈ ചേച്ചിയുടെ പ്രതികരണം. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ 2 മിനിറ്റ് അത് കേട്ടിട്ട് അച്ഛന്മാരെയാണ് തെറി വിളിക്കുന്നത് മനസ്സിലായപ്പോൾ നേരെ ആ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലേ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ പെങ്ങളെ എന്ന് പറഞ്ഞു. ആ കമ്പാർട്ട്മെൻറ്റിൽ മുഴുവൻ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ആ മുറിക്കകത്ത് മുഴുവൻ വെളിച്ചമുണ്ടായി. ഇതിനെ വിളിക്കുന്ന പേരാണ് ജീവൻ. പിടികിട്ടുന്നുണ്ടോ? സാധാരണ മനുഷ്യര് പെരുമാറുന്നതിൽ നിന്ന് ഉയർന്ന നിലവാരത്തിൽ പെരുമാറാനുള്ള ഒരു വെളിച്ചത്തിൻ്റെ പേരാണ് ജീവൻ. പിടികിട്ടിയോ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജീവൻ, ഈശോ പറയാണ്, ഈ ജീവൻ നിങ്ങളുടെ ഈ പഴയ ശരീരത്തിൽ നിന്ന് വരുത്തില്ല. വരുവോ? വരുവോ? നമ്മളെ ഒരാളിപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചോ, നിങ്ങൾ mcrc@gmail.com നമ്മുടെ മെയിലാണത്. നിങ്ങൾ ആ ഇമെയിലിനകത്ത് ഫാദർ ഡാനിയേൽ ഒരു മഹാവൃത്തികെട്ടവനാണ്, ഇങ്ങനെ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇയാളൊരു ഫ്രോഡാണെന്ന് കണ്ടാലേ അറിയാം, ഇയാളെക്കുറിച്ച് എനിക്ക് നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ തെറി വിളിച്ച് മെയിൽ അയച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. 1 മെയിലായി, 2 മെയിലായി, 3 മെയിലായി, 4 മെയിലായി, എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ച്. അപ്പോൾ ഈ മെയിൽ ഞാനാണ് വായിക്കുന്നത്, ഞാൻ തന്നെ വായിക്കുകയാണ് ഇത് മുഴുവൻ. ഒടുവിൽ ഞാൻ തിരിച്ചറിയുകയാണ്, ന്യൂജേഴ്സിയിലുള്ള ഒരാളാണ് ഈ മെയിൽ അയക്കുന്നത്. എങ്ങനെ അറിഞ്ഞെന്നല്ലേ? എനിക്ക് ദർശനമുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വരാം ആളുടെ അടുത്തോട്ട് വരാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ. അപ്പം ഞാനിത് കണ്ടുപിടിച്ചു. എന്ത്? ഇതാരാണ് അയച്ചതെന്ന് ഞാൻ കണ്ടുപിടിച്ചു, കയ്യോടെ പിടിച്ചു. അപ്പോൾ ആള് സോറിയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്, സീരിയസ് ആയിട്ട് എടുക്കരുത്. അല്ല പിന്നെ ഞാൻ ഇത്ര രഹസ്യമായിട്ട് ചെയ്തിട്ട് അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്ന് ഓർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഇത് ജസ്റ്റ് ഉദാഹരണം മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം എനിക്ക് മനസ്സിലായി. പേരെന്താ? മാത്യു ആണ് ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. തോന്നിയല്ല, മനസ്സിലായി. ഭർത്താവാണോ? ആണോ? ഭർത്താവാണോ? ചുമ്മാ അല്ല, തോന്നിയല്ല, സത്യമായി എനിക്ക്. അപ്പോൾ ഇങ്ങോട്ട് നോക്കണേ, ശരിക്കും മനസ്സിലാക്കി. അപ്പോൾ എനിക്കിത് മാത്യു ഉദാഹരണമാണേ, ഡോണ്ട് ബി അപ്സെറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇത് ഈ പിന്നെ മാത്യു ചെയ്തതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ നോക്കുമ്പോൾ മാത്യു തൊട്ട് കൺമുമ്പിൽ ഇരിപ്പുണ്ട് താനും. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, ഞാൻ എത്ര നല്ല തീരുമാനം എൻ്റെ ഉള്ളിൽ മാത്യുവിനോട് നന്നായിട്ട് പെരുമാറാൻ എടുത്താലും മാത്യുവിനെ കാണുമ്പോൾ എൻ്റെ മുഖം മാറും. സത്യമല്ലേ പറയണേ?
എന്തോരം തീരുമാനം എടുത്താലും മാറും. ഇനി 1-2 വാക്കുകളൊക്കെ പൊളൈറ്റായിട്ട് നല്ല രീതിയിലൊക്കെ പറഞ്ഞാലും ഒരു 3-4 സെൻറ്റൻസ് കഴിയുമ്പോൾ ഞാൻ പറയും, ഇയാൾ കൂടുതലൊന്നും പറയണ്ട, മറ്റേ മെയിലിൻ്റെ കാര്യം ഞാൻ പറയാതിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇത് അറിയാതെ വരില്ലേ? നോർമൽ കേസിൽ നമ്മുടെ ഈ ബയോളജിക്കൽ ബോഡിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ജീവൻ വരില്ല. ക്ലിയറായോ? ആ ജീവൻ പുറപ്പെടുവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബോഡിക്ക് ഇല്ല. കിട്ടിയോ? അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻസൈറ്റ് എന്തെന്ന് വെച്ചാൽ, ഈശോ എന്തിനാ ഈശോയുടെ ശരീരം നമുക്ക് തരുന്നേ? ആ സ്നേഹമൊന്നുമല്ല. ആ സ്നേഹമല്ല ഇവിടെ സ്നേഹമല്ല. അതായത് ഈശോ പറയാണ്, ഈ യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ച് എൻ്റെ മുമ്പിൽ ഒന്നും അറിയാത്തവരിയ്ക്കുമ്പോൾ അവൻ ആദ്യം എൻ്റെ ശരീരം മുറിച്ചു കൊടുക്കാൻ മുഖം മാറാതെ, മനസ്സ് മടുക്കാതെ, കുറ്റപ്പെടുത്താതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവനുണ്ടല്ലോ, ആ ജീവൻ നിനക്കുണ്ടാവണമെങ്കിൽ, നിന്റെ ശരീരത്തിൽ നിന്ന് അത് വരാത്തത് കൊണ്ട് എൻ്റെ ശരീരം ഞാൻ നിനക്ക് തരുകയാണ്. ആ ശരീരത്തിൽ എൻ്റെ യൂദാസിനോട് കാണിച്ച സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവൻ എൻ്റെ ശരീരത്തിലുണ്ട്. ആരുടെ? യേശുവിൻ്റെ. ആ ശരീരം നമുക്ക് തരുന്നത്, ആ ശരീരത്തിലെ ജീവൻ നമുക്ക് കിട്ടാനാണ്. ആ ശരീരം സ്വീകരിക്കുന്നവനിൽ ആ ജീവൻ ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ എന്താണ്? കുർബാന തരുന്നത് വെറുതെ സ്നേഹം കാണിക്കാൻ വേണ്ടി മാത്രമല്ല. പിന്നെന്തിനാ? നീ കല്യാണം കഴിച്ച ആളാണോ? ഇവിടെ അങ്ങനെ ഉണ്ടോ ഹസ്ബൻഡ്? പുള്ളി വന്നിട്ടില്ല? ധൈര്യമായിട്ട് പറയാം. അപ്പം അല്ല, കാരണം അല്ലെങ്കിൽ പുള്ളിക്ക് അല്ലാന്ന് പുള്ളി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞേനെ. അതായത് ഇപ്പം നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഭർത്താവിൻ്റെ ജീവിതത്തിൽ നീ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ഉദാഹരണം മാത്രമാണ്. അപ്പം അങ്ങനെ ഹസ്ബൻഡ് വന്ന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിനക്ക് യൂദാസിനോട് ഈശോ കാണിച്ചതുപോലെ ഒരു സ്നേഹം നിന്റെ ഹസ്ബൻഡിനോട് കാണിക്കാൻ പറ്റണമെങ്കിൽ അത് നിന്റെ ഈ ഓൾഡ് സെൽഫിൽ നിന്ന് പറ്റില്ല. അങ്ങനെ ഒരു സാധനം വരില്ല. കാരണം എന്താ അറിയാം? നീ കരയും, പാനിക്കാവും, ഒഫൻഡഡ് ആവും. ഒരു 2 മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് പിടിച്ചു നിന്നാലും 3-ാമത്തെ മിനിറ്റിൽ നല്ല ചൂട് കാപ്പി അയാളുടെ തലയിൽ കൂടെ ഒഴിക്കും. എന്താ ചെയ്യാൻ പോണേ നമുക്കറിയില്ല. കാരണം ഇതിനകത്തുനിന്ന് എന്നാ വരണേന്ന് നീ റിബിനല്ലേ? ഓക്കെ. അപ്പോൾ എന്താ ചെയ്യണേ നമുക്കറിയില്ല. ശരിയല്ലേ? എന്നാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങനെയൊരു ഭാര്യയെ, അങ്ങനെയൊരു ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആയിരക്കണക്കിന് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അവർക്ക് ആ ജീവൻ കിട്ടിയത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്നാണ്.